ബാഴ്സലോണ എങ്ങനെ റാഷ്ഫോർഡിലോട്ട് തിരിച്ചെത്തി, അല്ലെങ്കിൽ റാഷ്ഫോർഡിലോട്ട് എങ്ങനെ എത്തി, അതല്ല അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്യുന്നത്. ഇപ്പോൾ ബാഴ്സലോണക്ക് ഈ ഒരു സീസൺ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തൊട്ട് അവരുടെ ഒരു ആഗ്രഹമാണ് ലെഫ്റ്റ് വിങ്ങിൽ പ്രോപ്പറായിട്ടുള്ളൊരു ലെഫ്റ്റ് വിങ്ങറെ അവർക്ക് വേണം എന്നുള്ളത്. ഇപ്പോൾ അവരുടെ ലെഫ്റ്റ് വിങ്ങൊക്കെ കഴിഞ്ഞ സീസണിൽ കളിച്ചത് റാഫീനിയാണ്. റാഫീനിയ അവിടെ മോശമായിട്ട് കളിച്ചു എന്നല്ല പറയുന്നത്. റാഫീനി ഒരു റൈറ്റ് വിങ്ങർ ആയതുകൊണ്ട് അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിലും അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഹാൻസി ഫ്ലിക്ക് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് എന്താ പറയുക, കൂടുതൽ സാവിയെക്കാട്ടി കൂടുതൽ സമയം കൊടുത്തു. അദ്ദേഹം കിഡ്ലനായിട്ട് കളിച്ചു. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബാലൻഡിയോറിനെ വരെ റേസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് റാഫീനിയ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അവർക്ക് റാഫീനിയെ കുറച്ചും കൂടി ക്രിയേറ്റീവ് സൈഡിൽ യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് വിങ്ങിൽ പ്രോപ്പറായിട്ടൊരു ലെഫ്റ്റ് വിങ്ങറെ തന്നെ, നല്ല സ്പീഡി ആയിട്ടുള്ളൊരു ലെഫ്റ്റ് വിങ്ങറെ തന്നെ ബാഴ്സലോണക്ക് വേണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അവർ തുടക്കം തൊട്ടേ നമുക്കറിയാം, നിക്കോ വില്യംസ് ആയാലും ലൂയിസ് ഡയസ് ആയാലും ഇവരെ രണ്ടുപേരെ നല്ലപോലെ ട്രൈ ചെയ്തു. നിക്കോ വില്യംസിനെ അദ്ദേഹത്തിന് നെഗോഷിയേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് അദ്ദേഹം വെർബലി ഓക്കെ പറഞ്ഞ് പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം അത്ലറ്റിക് ക്ലബ് ബിൽബായോയിൽ അദ്ദേഹത്തിന് ഇവിടുത്തെ മറ്റേ രജിസ്ട്രേഷനിൽ ഗ്യാരണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത്ലറ്റിക് ക്ലബ് ബിൽബായിൽ അദ്ദേഹം 2035 വരെ അവിടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് അദ്ദേഹത്തിന് അവിടെ കൂടുതൽ സാലറി കിട്ടിയപ്പോൾ. ഓക്കെ, അപ്പോൾ നിക്കോ വില്യംസിൻ്റെ ആ ഒരു കാര്യം അവിടെ പോയി. പിന്നെ ലൂയിസ് ഡയസിനെ ലിവർപൂളിൻ്റെ ലെഫ്റ്റ് വിങ്ങറാണ് ലൂയിസ് ഡയസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് നല്ലപോലെ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പ്ലെയറാണ്. ബാഴ്സലോണ കാണുന്നുണ്ടെങ്കിൽ 60 മില്യണിൽ കൂടുതൽ ലൂയിസ് ഡയസിന് കൊടുക്കാൻ താല്പര്യമില്ല. ഓക്കെ, ലൂയിസ് ഡയസിന് ലിവർപൂൾ പറയുന്നത് 100 മില്യൻ്റെ മുകളിലൊക്കെയാണ് ലൂയിസ് ഡയസ് പറയുന്നത്. അത്രയും ഫിനാൻഷ്യലി ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ കഴിയില്ല. എല്ലാവർക്കും അറിയാം ബാഴ്സലോണയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് ഇപ്പോൾ കറൻ്റ്. കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ കുറച്ച് മോശങ്ങളാണ്. അവർ അതിൽ നിന്ന് ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ 100 മില്യണിൽ കൂടുതൽ ലൂയിസ് ഡയസിന് കൊടുക്കാൻ വേണ്ടി ബാഴ്സലോണക്ക് കഴിയില്ല, അല്ലെങ്കിൽ ലിവർപൂളിന് 100 മില്യൻ്റെ മുകളിൽ കൊടുക്കാൻ ബാഴ്സലോണക്ക് കഴിയില്ല. ഓക്കെ, 60 മില്യണാണ് ബാഴ്സലോണ വെച്ചിരുന്ന ലിമിറ്റ്. പക്ഷേ 60 മില്യൻ്റെ ആ ഒരു പ്രപ്പോസൽ ലിവർപൂൾ അങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ അവർ റാഷ്ഫോർഡുമായിട്ട് അവർ ഓൾറെഡി ഒരു വെർബലി നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. 3 പേരുടെയും പാരലലി നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അവസാനം റാഷ്ഫോർഡിൻ്റെ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. റാഷ്ഫോർഡ് കഴിഞ്ഞ ജനുവരി തൊട്ടേ യെസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റാഷ്ഫോർഡ് പേഴ്സണലി യെസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റാഷ്ഫോർഡിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ് ആ ഒരു നെഗോസിയേഷൻ നടക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ലോണിലോട്ട് ആസ്റ്റൺ വില്ലയിലോട്ട് പോയേക്കാണ്. അവിടെ അദ്ദേഹം അത്യാവശ്യം നല്ല പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ് അവർക്ക് നെഗോസിയേഷൻസ് നടത്തേണ്ടത്. അദ്ദേഹം ആസ്റ്റൺ വില്ലയിൽ നിന്നും ലോൺ കഴിഞ്ഞ് നേരെ യുണൈറ്റഡിലോട്ട് തിരിച്ചു വരും. യുണൈറ്റഡിൽ കളിക്കാൻ നിൽക്കുന്ന പ്ലെയർ ആയിരുന്നു. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ലോണിലോട്ട് ബാഴ്സലോണയിലോട്ട് വരും. ഓക്കെ, ആ ലോണിന് ഫീ ഇല്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട്. ആ ഒരു ലോണിന് ഫീ ഇല്ല. പിന്നെ പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മാർക്കസ് റാഷ്ഫോർഡിന് പ്രത്യേകിച്ച് സാലറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബാഴ്സലോണ തന്നെ അത് കൊടുക്കും. 5 to 6 മില്യൺ പെർ ഇയർ അദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. 1 വർഷത്തെ ലോണാണ് കൊടുക്കുന്നത് വിത്ത് ബൈ ഓപ്ഷൻ. ഓക്കെ, ബൈ ഓപ്ഷൻ കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത്ര 35 മില്യൺ to 50 മില്യൺ ഇതിൻ്റെ ഇടയിലാണ് ആ ഒരു ബൈ ഓപ്ഷൻ അവർ വെച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ബാഴ്സലോണയും റാഷ്ഫോർഡും ഓൾമോസ്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ലമീൻ യമാലിൻ്റെ കൂടെയും റാഫീനിൻ്റെ കൂടെയും ലെവൻഡോസ്കിൻ്റെ കൂടെയും റാഷ്ഫോർഡും കൂടിയും ബാഴ്സലോണയിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് ഇവർ റാഷ്ഫോർഡിലോട്ട് എത്തിയത്. റാഷ്ഫോർഡിനെ കൊണ്ടുവന്നത് എനിക്ക് പേഴ്സണലി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ബാഴ്സലോണയ്ക്ക്. ഓക്കെ, ഇപ്പോൾ പക്ഷേ റാഷ്ഫോർഡിന് ബാഴ്സലോണ, ഞാൻ പറഞ്ഞല്ലോ, ബാഴ്സലോണയും റാഷ്ഫോർഡും അവർ ജനുവരി തൊട്ടേ എസ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി തൊട്ടേ അവർ എസ് പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡുമായിട്ടായിരുന്നു ഓക്കെ പറഞ്ഞത്. റാഷ്ഫോർഡിന് ബാഴ്സലോണയായിട്ട് ഭയങ്കര ക്രെഡിബിളാണ്. അദ്ദേഹം വേറെ ഏത് ടീമിൽ നിന്ന് ഓഫർ വന്നാലും ഇനി അക്സെപ്റ്റ് ചെയ്യില്ല. ബാഴ്സലോണ ഓഫർ ചെയ്യണമെങ്കിൽ അദ്ദേഹം ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ബാഴ്സലോണയുമായിട്ട് അദ്ദേഹത്തിന് ട്രസ്റ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല. അതായത് നിക്കോ വില്യംസിനെ പോലെ ട്രസ്റ്റ് ഇഷ്യൂസ് ഇല്ല. അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുമെന്നുള്ള ആ ഒരു ഗ്യാരണ്ടി അദ്ദേഹത്തിന് ബാഴ്സലോണയെ ഭയങ്കരമായിട്ട് വിശ്വാസമാണ്, ലെപ്പോർട്ടയെ വിശ്വാസമാണ്. അതുകൊണ്ട് ബാഴ്സലോണയിൽ സൈൻ ചെയ്യാൻ വേണ്ടി റാഷ്ഫോർഡ് റെഡിയാണ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഉടൻ തന്നെ നടക്കും എന്നുള്ള വാർത്തകളാണ് കറൻലി പുറത്തേക്ക് വരുന്നത്. ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. റാഷ്ഫോർഡ് ബാഴ്സലോണ ഉറപ്പായിട്ടും വരും. അദ്ദേഹം പ്രീ സീസൺ ട്രെയിനിങ്ങിനും ജോയിൻ ചെയ്യും, പ്രീ സീസൺ മാച്ചസിനും ഉണ്ടാവും എന്നുള്ള വാർത്തകളാണ് ബാഴ്സലോണ ക്യാമ്പിൽ നിന്നും പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ സ്പാനിഷ് മാധ്യമങ്ങളിൽ നിന്നും പുറത്ത് വരുന്നത്. സോ റാഷ്ഫോർഡ് ബാഴ്സലോണ അത് ഓൾമോസ്റ്റ് ഡൺ ഡീലാണ്. ബാഴ്സലോണ പിന്നെ കുറേ സൈനിങ്സ് ഈ ഒരു സീസണിൽ അവർ നടത്തിയിട്ടുണ്ട്. അവരൊരു ഗോൾ കീപ്പറെ കൊണ്ടുവന്നിട്ടുണ്ട്, യോവാൻ ഗാർസിയ സ്പാനിയോയിൽ നിന്നും. പിന്നെ ഒരു 19-കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു റൂണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ. ഒരു 19-കാരനെ അവരൊരു ലെഫ്റ്റ് ബാക്കായിട്ട് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സൈനിങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ബാഴ്സലോണ ഇനി ആരൊക്കെയായിരിക്കും സൈൻ ചെയ്യുക, ഇനി എങ്ങനെയായിരിക്കും ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ഈ ഒരു ബാഴ്സലോണ ടീം വർക്ക് ചെയ്യുക. ഹാൻസി ഫ്ലിക്കിൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ അദ്ദേഹത്തിന് വേണം, എന്നിട്ട് റാഫീനിയെ കുറച്ചും കൂടി ക്രിയേറ്റീവ് സൈഡിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. അതെന്തായാലും അദ്ദേഹത്തിന് നടന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.